എല്ലാവർക്കും നമസ്കാരം. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമതായി ബി.എഡ് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ കേറ്ററ്റിന് കാറ്റഗറി 2, 3 അപ്ലൈ ചെയ്യാമെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ നിലവിലുള്ള ഒരു ഫോട്ടോയെ ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് 150x200 പിക്സൽ റേറ്റിൽ എങ്ങനെ റീസൈസ് ചെയ്യാമെന്നുള്ളതും രണ്ടാമതായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേറ്ററ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഫോട്ടോയെ വീഡിയോയിൽ പറയുന്ന പോലെ റീസൈസ് ചെയ്ത് വെക്കുക. ഈ വീഡിയോയിൽ കാറ്റഗറി 2, 3 എന്നീ വിഭാഗത്തിൽ പേയ്മെൻറ്റ് വരെയുള്ള പ്രൊസീജിയറാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ആ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇനി കേറ്ററ്റിന് അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ബി.എഡ് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ കേറ്ററ്റിന് അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണിത്. ആദ്യമായി ക്രോം ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് കേറ്ററ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വരുന്ന ടാബിൽ നിന്നും ഫസ്റ്റ് റിസൾട്ട് സെലക്ട് ചെയ്യുക, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. അത് ഓപ്പണായി വന്നതിന് ശേഷം ന്യൂ രജിസ്ട്രേഷൻ എന്ന ആ ബാർ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പ്രോസ്പെക്ടസ് പോലെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഒരു PDF ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വേണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ ആ പഴയ ടാബിലേക്ക് വന്ന് ഈ 3 ചെക്ക് ഇൻ ബോക്സുകൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു പുതിയ ടാബ് ഓപ്പണായി വരും. അവിടെ വെദർ എംപ്ലോയിഡ് ആസ് ടീച്ചർ എന്നുള്ളത് നമ്മളിപ്പോൾ അവസാന വർഷ വിദ്യാർത്ഥികളാണ്. നമ്മൾ ടീച്ചർ അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക, അല്ലെങ്കിൽ എസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ കാറ്റഗറി 2ഉം 3ഉം ആണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി 1 ഫോർ LP സെക്ഷൻ ആൻഡ് കാറ്റഗറി 2 ഫോർ UP സെക്ഷൻ. കാറ്റഗറി 3 എന്ന് പറയുന്നത് HSഉം കാറ്റഗറി 4 ഓൾ ലാംഗ്വേജ് ടീച്ചേഴ്സ് അത് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിവിടെ കാറ്റഗറി 2ഉം 3ഉം മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് കാറ്റഗറി 2ലേക്ക് കിടക്കാം. കാറ്റഗറി 2ൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ഏത് മീഡിയത്തിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് മലയാളം കൊടുക്കുക. ഞാൻ മലയാളത്തിലാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം കൊടുക്കുന്നു. അടുത്തതായി കൊടുക്കാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് ആണ്. അതിൽ നമുക്ക് മുകളിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളം കൊടുത്തത് കൊണ്ട് തന്നെ മലയാളം തന്നെ വീണ്ടും റെപ്പിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ദെൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളിടത്ത് ഞാനിപ്പോൾ ഫൈനൽ ഇയർ B.Ed സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഡൂയിങ് ഫൈനൽ ഇയർ B.Ed, D.Ed, D.Ed ഓപ്ഷനാണ് സെലക്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം അവിടെ ഡിഗ്രീൻ്റെ രജിസ്ട്രേഷൻ അവിടെ കൊടുക്കുക, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിനുശേഷം ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് കൊടുക്കുക, യൂണിവേഴ്സിറ്റി ഓർ ബോർഡ്. ദെൻ സ്റ്റഡിയഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഏതാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇയർ ഓഫ് പാസിംഗ് എന്നുള്ളത് ഏത് വർഷമാണ് നിങ്ങൾ ഡിഗ്രി പാസ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് ഇയർ ആണോ ആ ഇയർ കൊടുക്കുക. പെർസെൻറ്റേജ് ഓഫ് മാർക്കും തൊട്ടപ്പുറത്ത് കൊടുക്കുക. അടുത്തതായി ഫൈനൽ ഇയർ B.Ed സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് രജിസ്റ്റർ നമ്പറൊന്നും ചോദിക്കുകയില്ല. ശേഷം ഏത് യൂണിവേഴ്സിറ്റി ആണെന്നും ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളതും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ പാടില്ല. അടുത്തതായിട്ട് നമ്മൾ കാറ്റഗറി 3യിലേക്ക് കിടക്കുകയാണ്. കാറ്റഗറി 3യിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏത് മീഡിയത്തിലാണ് നമുക്ക് എക്സാം എഴുതേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് മലയാളം സെലക്ട് ചെയ്യുക. ദെൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ഫോർ കാറ്റഗറി. ഇപ്പോൾ മലയാളം ടീച്ചർ ആയതിനാൽ ഞാൻ മലയാളം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പോപ്പപ്പ് മെസ്സേജിൽ യു സെലക്റ്റഡ് സബ്ജക്റ്റ് ഫോർ HSA മലയാളം. അപ്പോൾ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങളുടെ മെയിൻ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ നാച്ചുറൽ സയൻസ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഫിസിക്കൽ സയൻസ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും ഏതാണെങ്കിലും സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ മെയിൻ സബ്ജക്റ്റ് ഫോർ HSA. അടുത്തതായി മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കാറ്റഗറി 3ക്ക് നമുക്ക് ഡിഗ്രി മതി. ഇപ്പോൾ നമ്മൾ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് B.Edൻ്റെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡൂയിങ് ഫൈനൽ ഇയർ B.Ed കൊടുക്കുക. അതിനുശേഷം കാറ്റഗറി 2ൽ കൊടുത്തതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ, നമ്മുടെ രജിസ്റ്റർ നമ്പർ, കറസ്പോണ്ടിങ് യൂണിവേഴ്സിറ്റി, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഇയർ ഓഫ് പാസിങ് ഏത് വർഷമാണ് നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി മാത്രം കൊടുത്താൽ മതി, ഇവിടെ PG മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. അതിനുശേഷം B.Edൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഏത് യൂണിവേഴ്സിറ്റി ആണെന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളതൊക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയാണ് നമുക്ക് എക്സാം സെൻറ്റർ വേണ്ടതെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ
SSLC സർട്ടിഫിക്കറ്റിനകത്ത് നമ്മുടെ പേരെങ്ങനെയാണോ അതങ്ങനെ കൊടുക്കുക. ശേഷം നമ്മുടെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പോപ്പപ്പിനകത്തുനിന്ന് വരുന്ന കലണ്ടറിനകത്തുനിന്ന് ഇഷ്ടമുള്ളത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അച്ഛൻ്റെ പേര്, നെയിം ഓഫ് ഫാദർ, നമ്മുടെ റിലീജിയൻ, തന്നെ അടുത്തത് നമ്മുടെ കാറ്റഗറി, അത് കഴിഞ്ഞ് കാസ്റ്റ്, അതിനുശേഷം നമ്മുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് കൊടുക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് കറക്റ്റായിട്ടും കൊടുക്കുക. അടുത്തതായിട്ട് ഫിസിക്കൽ സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫീസ് എത്രയാണെന്നുള്ളത് അവർ കാണിക്കും. ശേഷം നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അടുത്തതായിട്ട് ലാൻഡ് ഫോൺ നമ്പറാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതിയായിരിക്കും. അടുത്തത് നമ്മുടെ ജിമെയിൽ ID കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഏത് ഐഡൻറ്റിറ്റി പ്രൂഫാണ് നമ്മൾ എക്സാമിനായിട്ട് കൊണ്ടുപോകുന്നത് അനുസരിച്ച് ഞാനിവിടെ ഇപ്പോൾ ആധാറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആധാർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൂഫിൻ്റെ ID, നിങ്ങളുടെ വോട്ടേഴ്സ് ID ആണെങ്കിലും ഇലക്ഷൻ ID ആണെങ്കിലും എന്താണെങ്കിലും അത് മുകളിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നമ്പർ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക. അടുത്തതായിട്ട് SSLC ഒരു ഈക്വലൻ്റ് സ്കീമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ SSLC ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ SSLC സെലക്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ രജിസ്റ്റർ നമ്പർ ചോദിച്ചിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് ഏത് വർഷമാണ് നിങ്ങൾ SSLC പാസ്സായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ വർഷം കൊടുക്കുന്നു. അടുത്തതായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന നമ്മളുടെ 150x200 പിക്സൽ റേറ്റിലുള്ള ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ആ ഫോട്ടോയിലുള്ള പേര് അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. അടുത്തതായിട്ട് ആ ഫോട്ടോയിലുള്ള നമ്മൾ ചേർത്തിരിക്കുന്ന ഡേറ്റും കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള 2 ചെക്ക് ഇൻ ബോക്സുകളും ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുള്ളി സേവ്ഡ്, ചെക്ക് യുവർ പ്രിവ്യൂ പേജ് നോക്കുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് വരുന്ന പ്രിവ്യൂ പേജിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക. അങ്ങനെ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്നുള്ള ആ ചെക്ക് ഇൻ ബോക്സ് ചെക്ക് ഇൻ ചെയ്യുക. ദെൻ ഫൈനൽ സബ്മിഷൻ ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി അതിൽ നമുക്ക് എഡിറ്റിംഗ് ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള ഇത്രയും ഡീറ്റെയിൽസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പരും ID നമ്പരും ഒക്കെ അടങ്ങുന്ന ഒരു പ്രിൻ്റ് ഔട്ട് നമുക്കെടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ഫർദർ പ്രൊസീജിയറിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ തൊട്ട് താഴെയുള്ള ആ പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിൻറ്റിലോട്ട് വരിക. അതിനുശേഷം അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഐ അക്സെപ്റ്റ് ദ എബോവ് അണ്ടർടേക്കിംഗ് ആൻഡ് കണ്ടീഷൻസ് ഫോർ പേയ്മെൻറ്റ് എന്ന ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റിനായിട്ടുള്ള ടാബ് ഓപ്പൺ ചെയ്ത് അത് പ്രൊസീഡ് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ നമ്മുടെ കേറ്ററ്റിൻ്റെ കാറ്റഗറി 2, 3 സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ഫോട്ടോയെ 150x200 പിക്സൽ റേറ്റിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോഷോപ്പ് ഉണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫയല്, ന്യൂ ബട്ടൺ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന ഈ വിൻഡോയിൽ ഇവിടെ നമുക്ക് ഫയലിന് പേര് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഞാൻ ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. പിന്നെ ഇവിടെ വിഡ്ത്ത് 150ഉം ഹൈറ്റ് 200ഉം കൊടുക്കുക. അത് എപ്പോഴും പോർട്രേറ്റ് മോഡിലായിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം RGB കളർ സെലക്ട് ചെയ്യുക. ശേഷം അതിൻ്റെ റെസൊല്യൂഷൻ ഒരു 72 മതിയാവും. അതിനുശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ വരും. ഇനി വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ എവിടെയാണോ നമ്മുടെ ആ ഫോട്ടോ കിടക്കുന്നത്, ഇവിടെയാണ് ഞാൻ ഫോട്ടോ ഡെസ്ക്ടോപ്പിൽ ഇട്ടിരിക്കുന്നത്, ആ ഫോട്ടോ ജസ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ടൊന്ന് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരിക. അപ്പോൾ ആ ഫോട്ടോ അവിടെ പ്ലേസ് ആവും. ആ ഫോട്ടോ അവിടെ പ്ലേസ് ആയി കഴിഞ്ഞു. അതിനുശേഷം ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ആ ഫോട്ടോനെ സെൻറ്റർ പോർഷനിലായിട്ട് കൊണ്ടുവരിക. നമുക്ക് ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റാം. അതിനുശേഷം മേളിൽ ഒക്കെ എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിന് തൊട്ട് മുകളിലേക്ക് ഒരു ലെയർ കൊണ്ടുവന്ന് അവിടെ നമ്മുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് ഒരു പുതിയ ലെയർ അതിൻ്റെ മുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ലെയർ അവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം ഇവിടുത്തെ റെക്റ്റാങ്കിൾ ടൂൾ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എവിടെയാണോ പേര് വേണ്ടത് അവിടെയായിട്ട് ഒരു ചെറിയ സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്ന് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇവിടുത്തെ സൂം ബട്ടൺ ഉണ്ട്, അവിടെ സൂം ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബക്കറ്റ് ഫിൽ ടൂൾ എടുക്കുക. അപ്പോൾ എന്നിട്ട് ഇവിടുത്തെ കളർ ചെറുതായിട്ടൊന്ന് ഇവിടെ മാറ്റി കൊടുക്കുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഇവിടെ നിന്നും വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. വൈറ്റ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ശേഷം നമ്മുടെ ഈ സ്ക്വയറിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം ഈ ഒരു സെലക്ഷൻ പോകാൻ വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+D അടിച്ചാൽ മതി. സൂം ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളിൽ ബാക്ക് സ്പേസിന് തൊട്ടപ്പുറത്തുള്ള പ്ലസും മൈനസും ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. പിന്നീട് സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ടൂളും വരും. അപ്പോൾ നമുക്ക് സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനടുത്തത് നമുക്ക് ഇതിൻ്റെ പേര് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ കിടക്കുന്ന കളർ വൈറ്റ് ആണ്. നമുക്കതൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. വളരെ സിമ്പിളി ബ്ലാക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുക. അവിടെയായിട്ട് നമ്മുടെ പേരും ഡേറ്റും വരേണ്ടത്. അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കൊടുത്ത് ഞാനെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് അതിനുശേഷം നമ്മുടെ പേര് ക്യാപ്സിൽ കൊടുക്കുന്നു. ഹിറ്റ് എൻ്റർ അടിച്ചതിന് ശേഷം നമ്മുടെ ഡേറ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് 16/02/2023 തന്നെ ഓക്കെ. ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേരും വന്നു കഴിഞ്ഞു. കണ്ടല്ലേ? ഇനി ഈ പേരുകൾ തമ്മിലുള്ള അകലമൊക്കെ ഏതാണ്ട് ഇവിടെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ടാബിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ചിലപ്പോൾ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂട്ടാം. അത് ഒരുപാടങ്ങ് പോയി 14. നമുക്കത് നമ്മുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 12 ഇവിടെ വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും അതിനെ മൂവ് ചെയ്യാം. അപ്പോൾ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ തൽക്കാലം പെട്ടെന്ന് ഇത്രയും മതിയായിരിക്കും. ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അടുത്തത് ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഫയലിൽ പോവുക, സേവ് ആസ് കൊടുക്കുക. സേവ് ആസിന് ശേഷം നമുക്കൊരു പേര് കൊടുക്കാം, ഫോട്ടോ. അതിനുശേഷം ഈ സേവ് ആസ് ടൈപ്പ് എന്നുള്ളിടത്ത് നമുക്ക് JPEG ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഹിറ്റ് ഓക്കെ, സേവ് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യും. ഇവിടെ നമ്മുടെ ഫയലിൻ്റെ സൈസാണ് ചോദിക്കുന്നത്. നമുക്കൊരു 30 മതിയാവും. അപ്പോൾ 30 അടിക്കുക. ശേഷം ഈ ടാബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഇവിടെ സൈസ് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോ അവിടെ സേവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെവിടെയാണ് ഫോർമാറ്റ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോൾ 20 KB ആയിരിക്കും നമ്മുടെ സൈസ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 150x200 ഫയൽ ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും.